റൂട്ട് 3 ദ ഹോൾ റൈസ് ടു എക്സ് ഈക്വൽ ടു 27 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്കിത് ഈ കിടക്കുന്ന എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഒരു സംഖ്യയ്ക്ക് റൂട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ആ സംഖ്യയുടെ പവറിൽ 1/2 എഴുതുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എ എന്നൊരു സംഖ്യ എടുക്കുകയാണ്. എ സംഖ്യയെ റൂട്ട് എ എന്ന് എഴുതുന്നതിന് തുല്യമാണ് എന്ത്? a⁻² എന്ന് എഴുതുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി 3ന് 3 റൂട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 3 ദ ഹോൾ റൈസ് ടു എക്സ് ഈക്വൽ ടു 27 തന്നിട്ടുണ്ട്. അപ്പോൾ 3 റൂട്ടുണ്ട് 3ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3/1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ദ ഹോൾ റൈസ് ടു എക്സ് ഈക്വൽ ടു 27 എന്ന് എഴുതാം. അതായത് ഇപ്പോൾ റൂട്ട് 3 മാത്രമായിരുന്നെങ്കിൽ നമുക്ക് 3/1/2 എഴുതാം. വീണ്ടും ഒരു റൂട്ട് കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗുണം ഒരു 1/2 വരുന്നു. വീണ്ടും ഒരു റൂട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗുണം ഒരു 1/2. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇവിടെ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇത് 3 കൂടെ ഗുണിക്കാമല്ലോ. ഭിന്നസംഖ്യ എങ്ങനെയാണ് ഗുണിക്കുന്നത്? അംശം ഗുണിച്ച് അംശമായിട്ടും ഛേദം ഗുണിച്ച് ഛേദമായിട്ടും. അപ്പോൾ 1 × 1 1 തന്നെയാണ്, 2 × 2 4. അപ്പോൾ 3/1/4 ആവും. ഇത് 1/4 ആവും. ഇൻറ്റു ഒരു 1/2 കൂടെ ഉണ്ട്. അപ്പോൾ 3/1/8 ദ ഹോൾ റൈസ് ടു എക്സ് ഈക്വൽ ടു 27. ഓക്കെ അല്ലേ? ഇവിടെ 3/1/8 ദ ഹോൾ റൈസ് ടു എക്സ്. അതായത് ഒരു സംഖ്യ a/m ദ ഹോൾ റൈസ് ടു n എന്ന ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് a/m ഇൻറ്റു n എന്ന് എഴുതാം. അല്ലേ? അതാണ് ഒരു കൃത്യ നിയമമാണ്. ഒരു സംഖ്യ a/m ദ ഹോൾ റൈസ് ടു n എന്നാണെങ്കിൽ അതിനെ a/m ഇൻറ്റു n എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ a/m ദ ഹോൾ റൈസ് ടു n എന്നല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? 3/1/8 ഇൻറ്റു എക്സ് ഈക്വൽ ടു 27 ഈക്വൽ ടു 3/x/8 ഈക്വൽ ടു ഇവിടെ 27 ഈക്വൽ ടു 3/x/8. ഇവിടെ 27 നമുക്ക് 3ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റും. 3ൻ്റെ ക്യൂബാണ് 27. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് ഇവിടെ 3 അങ്ങനെയാണെങ്കിൽ x/8 ഈക്വൽ ടു 3 ആയിരിക്കത്തില്ലേ? x/8 ഈക്വൽ ടു 3 നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡിവൈഡ് ചെയ്തിരിക്കുന്ന 8 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ 3 × 8 3 × 8 എത്രയാണ്? 3 × 8 24 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ.